ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അമ്മയും മകനും കൂടിയുള്ള ഈ ഒരു ഡിവോഴ്സ് കേസിൻ്റെ കാര്യങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ രവിയേട്ടനാണെങ്കിലും സമ്മതിച്ചില്ല, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകരുതെന്നും പറഞ്ഞു. അപ്പോൾ നീ അല്ല തീരുമാനിക്കേണ്ടത്, അവനാണ് ശ്രുതിയുടെ ഭർത്താവ്, അവനാണ് അവളെ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞത് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മോന് ഇനി അവൾ വേണ്ട എന്നാണ് ചന്ദ്ര തറപ്പിച്ച് പറയുന്നത്. ഇതൊക്കെ കേട്ട് അവർ അന്താളിച്ച് നിൽക്കാം. അമ്മ എന്തിനാ എന്നോട് പറയാതെ പോയി അഡ്വക്കേറ്റിനെ കണ്ടതെന്ന് ശ്രുതി ചോദിക്കും. എന്തിനാണെന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ചോദിക്കും കേട്ടോ. ശ്രുതി ആകെ ധർമ്മസങ്കടത്തിലായി. ഇത് കുറച്ച് കൂടിപ്പോയമ്മേന്ന് ശ്രുതി. ഞാനറിയാതെ ഇങ്ങനൊരു നീക്കം അമ്മ നടത്താൻ പാടില്ലായിരുന്നു. നിങ്ങളൊക്കെ എന്താ കരുതി വെച്ചിരിക്കുന്നത്? ഡിവോഴ്സ് നോട്ടീസ് അയച്ച ഉടനെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്നാണോ എന്ന് ശ്രുതി ചോദിച്ചു. ഈ വിഷയം ഇനി വലുതാക്കരുതെന്നും മുറിവാക്കരുതെന്നും പറയുക. വേദന അനുഭവിക്കേണ്ടത് ഈ ഞാനാണെന്ന കാര്യവും പറഞ്ഞ് ഞാൻ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയുമ്പോൾ, മോനെ അപ്പോൾ പ്ലീസ് അമ്മ, ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല് പിടിക്കാം, എന്നെ ഉപദ്രവിക്കിനി അമ്മ പ്ലീസ് എന്ന് പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോയി. ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കണ്ടവൻ പറഞ്ഞത്, ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം ചന്ദ്രേ, അല്ലാതെ നീ വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറഞ്ഞു. ഇങ്ങനെ പോയാലേ നീ തലയെ കൊണ്ട് നടക്കുന്ന നിൻ്റെ മോൻ തന്നെ നിന്നെ താഴെ ഇടുമെന്ന കാര്യവും രവിയേട്ടൻ പറയുക. അതിന് നീയായിട്ട് ഇട വരുത്തരുതെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്ര ഇങ്ങനെ ആകെ നിൽക്കുക കേട്ടോ, വിഷമിച്ച്. സച്ചിയും രേവതിയും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. പക്ഷെ എന്ത് വില കൊടുത്തിട്ടും അവളെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക പേരും കള്ളി. അവളെ ഇറക്കണം, എന്നേക്കുമായിട്ട് അവനിൽ നിന്ന് അകറ്റിയേ പറ്റൂ. അവൻ്റെ മനസ്സിൽ ഇനി അവളുണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന വർഷ അവിടെ ഡബ് ചെയ്യാൻ നിൽക്കുമ്പോൾ വർഷയ്ക്കാണെങ്കിൽ പറ്റുന്നില്ല ചെയ്യാനായിട്ട്. ആ സമയത്ത് ആ സാറാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല സാറെന്നും പറഞ്ഞുകൊണ്ട് വർഷ പറയാം, ഡബ് ചെയ്യാൻ പറ്റില്ലെന്നോ, എന്താ പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ചു. അന്ന് ഡെലിവറി സീനിൻ്റെ ഡബ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞതാണ് ഇനി ഇങ്ങനെയുള്ള സീൻസ് ഒന്നും ഞാൻ ചെയ്യില്ല എന്ന്. സാർ വേറെ ആരെങ്കിലും കൊണ്ടെങ്കിലും ചെയ്യിക്കാൻ പറഞ്ഞു. എടോ, താൻ ഡബ് ചെയ്യുന്ന ക്യാരക്ടറല്ലേ ഇത്, വേറെ ആളെ കൊണ്ട് എങ്ങനെ ചെയ്യിക്കും, അതൊന്നും പറ്റില്ല, പോയി ഡബ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പ്ലീസ് സാർ, എനിക്ക് ആ സീൻ കാണാൻ പോലും വയ്യ എന്ന് വർഷം, എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ സാർ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. അന്ന് ചെയ്തിട്ട് ഞാൻ കുറച്ച് ദിവസം ഉറങ്ങിയതും കൂടിയില്ല. അപ്പോൾ എന്താ വർഷം ഇങ്ങനെ, നാളെ രാവിലെ എടുക്കേണ്ട എപ്പിസോഡാണിത്, ഡബ് ചെയ്തേ പറ്റൂ. അപ്പോൾ സാർ പ്ലീസ് സാർ, ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാകും, തൻ്റെ ജോലി ബാധിക്കുന്ന കാര്യം അത്. സമയങ്ങളല്ലേ വർഷ കയറി ചെല്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വർഷയെ കൊണ്ടത് ഡബ് ചെയ്യിപ്പിക്കുക. ആ കാഴ്ചയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് പേടി. അങ്ങനെ കരഞ്ഞ് വർഷ അതൊക്കെ ചെയ്യും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ് അടിപൊളിയാണ്. പക്ഷെ വർഷം നിന്ന് കരയാൻ തുടങ്ങി. വർഷം എന്നിട്ട് ഒന്നും മിണ്ടാതെ നേരെ വീട്ടിലേക്ക് പോവുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ശ്രീകാന്തിനെയാണ്. അപ്പോൾ ശ്രീകാന്ത് അവിടെ ഇരുന്നപ്പോൾ വർഷം അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. നീ എന്താ വിളിക്കാതെ വന്നാൽ, വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂട്ടാൻ വരുമായിരുന്നില്ല, ഞാൻ വിളിക്കാതെ വന്നേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ അവിടെ പോയിരിക്കുക. എന്താ വർഷം, എന്താ കാര്യം എന്ന് ചോദിച്ചു. നീ എന്തും മിണ്ടാത്ത, നിനക്ക് എന്നാ പറ്റിയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന വെറുതെ ഒന്നും അല്ല എന്ന് പറഞ്ഞ്. ഇതെന്നെ ഇത്, നിനക്ക് എന്നാ പറ്റിയേ എന്നൊക്കെ ചോദിക്കാം. നിന്നെപ്പോലെയുള്ള ആണുങ്ങൾ ഭാഗ്യവാന്മാർ, അവർക്കൊന്നും അറിയണ്ടല്ലോ എന്നൊക്കെ പറയണു. പാവം പെണ്ണുങ്ങൾ എന്തൊക്കെ അനുഭവിച്ചാലോ അവരാ കഷ്ടപ്പെടുന്നത്, വേദന തിന്നും വിധിക്കപ്പെട്ട പാവങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ പറയുമ്പോൾ, നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ തെളിച്ച് പറയാൻ പറഞ്ഞു. ആ സമയം എന്നെ കൊണ്ട് ഡബ് ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ 100 തവണ സാറിനോട് പറഞ്ഞതാ, പക്ഷെ വിട്ടില്ല, എന്നെ കൊണ്ട് ചെയ്യിച്ചേ അടങ്ങുള്ളൂ. ഒടുക്കം എനിക്ക് ആ സീൻ ഡബ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സീൻ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുമില്ല എൻ്റെ ശ്രീകാന്തേ. അപ്പോൾ എന്താണ് ആ സീനെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഡെലിവറി സീനാണെന്നും ഞങ്ങളുടെ സീരിയലിൽ നായിക പ്രസവിച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇരുന്ന് ചിരിക്കുവാണ്. പ്രസവവേദന കൊണ്ട് പൊളഞ്ഞുള്ള അവളുടെ അഭിനയം കാണണമായിരുന്നെന്നും കരഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടിപ്പോയെന്നും വർഷ പറയാം. അഭിനയിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിലേ ശരിക്കും പ്രസവിക്കുമ്പോൾ എത്രമാത്രം വേദന അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ചോദിച്ചു ശ്രീകാന്തിനോട്. അപ്പോൾ ശ്രീകാന്ത് ഇരുന്ന് ചിരിക്കുക കേട്ടോ. അല്ല, ഈ പെണ്ണുങ്ങൾ എന്തിനാ ഇതിനൊക്കെ നിന്നു കൊടുക്കുന്നേ, ഇത്രയും വേദന സഹിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ട ആവശ്യമുണ്ടോ അവർക്കെന്ന് ചോദിക്കുമ്പോൾ, അതെ, അമ്മയാവുക എന്നുള്ളത് ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്നമല്ലേ വർഷ എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു. അമ്മയാവാൻ ഇങ്ങനെ വേദന സഹിക്കണമെന്നൊന്നുമില്ല, വേറെ എന്തൊക്കെ വഴികൾ കിടപ്പുണ്ടെന്ന് വർഷ ചോദിക്കുക. ശ്രീകാന്ത് ഇതൊക്കെ കേട്ട് ചിരിക്കുക കേട്ടോ. എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കണമെന്ന് ഇവിടെ നിയമമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതില്ല, എന്തായാലും എന്നെ കൊണ്ട് വേദന സഹിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ പ്രസവിക്കില്ല ശ്രീകാന്തി എന്ന് വർഷ ശ്രീകാന്തിനോട് പറയുക കേട്ടോ. അപ്പം ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പ്രസവിക്കത്തില്ല എന്ന്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, പേടിക്കാനും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ഇരുന്ന് ചിരിക്കുന്നു. ആ സീൻ അതെൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല ശ്രീകാന്ത്, അതുകൊണ്ട് എന്തുപോലെ എനിക്ക് ഒരു മൂഡ് ഔട്ടാ എന്നൊക്കെ പറയുമ്പോൾ
അതെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും അല്ലേ, പിന്നില്ലാണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ചിരിക്കാം. അങ്ങനെ നീ പ്രസവിക്കില്ല എന്നൊക്കെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പം ഉറപ്പിച്ച് തന്നെ പറയാം, ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല, ഞാൻ പിന്നെ എന്തിനു പേടിക്കണമെന്ന് വർഷ ചോദിച്ചപ്പം അല്ല പ്രഗ്നൻ്റ് ആകാമല്ലോ, അതിനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പം ഒരു സാധ്യതയില്ല എന്ന് വർഷ ഉണ്ട്, നീ ഒന്ന് ഓർത്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ വർഷം ഇങ്ങനെ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൂളം വിളിച്ച് കേൾപ്പിക്കുക. ആ സമയത്ത് അയ്യോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ദേ ഇപ്പം നിനക്ക് ഓർമ്മ വന്നോ? അപ്പോഴത്തേക്ക് അയ്യോ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇനി ദൈവത്തെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, കയ്യിൽ നിന്ന് പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് ശ്രീകാന്ത്. അപ്പോൾ ദേ ഞാനെങ്ങാനും പ്രഗ്നൻ്റ് ആയാ നീ ഒരു പൊന്നോമനെ പ്രസവിക്കും, നീ ഒരു അമ്മയാവും ഞാനൊരു അച്ഛനും ആവും, അത്രേ ഉള്ളൂ എന്ന് നമ്മുടെ ശ്രീകാന്ത്. അത് കേട്ടപ്പോൾ വർഷയ്ക്ക് പിന്നെയും ശ്വാസം മുട്ട് തുടങ്ങി. പേടിച്ച് വിറച്ച് വർഷം ഇങ്ങനെ നിൽക്കുന്നു. ശ്രീകാന്ത് ചിരിക്കുന്നു. അപ്പം നീ ചുമ്മാ എന്നെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, എനിക്കറിയാം അങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അതെ നീ ചുമ്മാ പറഞ്ഞു, എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് വർഷം എന്നിട്ട് അവിടെ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം പിന്നെ സുധിയും സച്ചിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ബീറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ബീറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ ശ്രീകാന്ത് എന്ന് പറയുന്നവൻ എന്ത് ചെയ്യും, അവൻ്റെ ഭാര്യ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ സുധി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്നെ ആരും കെട്ടിയിട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് കയറി വന്നു. വാ അല്ല വീറ് സ്പോൺസർ ചെയ്തത് സുധിയേട്ടനല്ലേ എന്ന് ചോദിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി 10 പൈസ ചിലവാക്കണമെങ്കിൽ 100 പ്രാവശ്യം ആലോചിക്കണമായിരുന്നു, ഇന്നിപ്പോൾ എന്ത് പറ്റും എന്തോ എന്നൊക്കെ പറഞ്ഞപ്പം അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്ന് സച്ചി. എടാ വന്നിരുന്ന് കഴിക്കടാ മര്യാദയ്ക്ക് പോടാ എന്നും പറഞ്ഞുകൊണ്ട് സുധി പറയാം. അങ്ങനെ ഇവരിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വർഷയുടെ കാര്യം ഇവർ പറഞ്ഞു. അപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരു ഒറ്റ വീക്ക് വെച്ച് തന്നാണല്ലോ, വീറാണെന്ന് നോക്കില്ല എന്ന് പറഞ്ഞ് സച്ചി ചാടിയും എഴുന്നേറ്റു. ഇതെന്താ ഇത് സുധിയേട്ടാ, അതെ കുറച്ച് കുടിക്കും, ഒരു ഗ്ലാസ് ബീർ പോലും താങ്ങാൻ ശേഷിയില്ലാത്ത ഒരാളാണ് ഒരു ഫുൾ കുപ്പി ഇരുന്ന് അടിക്കാൻ നോക്കുന്നത്, ഇവിടെ മലന്ന് കിടക്കും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നതേ പാർലറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാനുള്ള പ്ലാൻ ഉണ്ടെന്നാ. അത് നമ്മുടെ ഹെൽപ്പ് വേണമല്ലോ, നമ്മളെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന് സച്ചി നേരം പറഞ്ഞു. അന്നേരമാണോ സുധിയേട്ടാന്ന് ചോദിച്ചപ്പം ഒന്ന് പോടാ വിടുന്ന മറ്റോ നമ്മൾ വിചാരിച്ചാലൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതിന് അമ്മ തന്നെ വിചാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ വിചാരിക്കത്തില്ലല്ലോ, അവളുടെ മേലുള്ള അമ്മയുടെ ദേഷ്യം അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് സച്ചി പറയുക. അല്ല ശ്രുതിയേട്ടത്തി കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അത് ശ്രുതിയേട്ടന് മൊത്തത്തിലുണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ പേടിക്കുന്നത്, ഏട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു ശ്രീകാന്ത്. അപ്പോൾ അതിന് അവളെ കാണരുത്, അവളോട് ഫോണിൽ പോലും സംസാരിക്കരുത് എന്നൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ അമ്മയെ ധിക്കരിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത്? ബെസ്റ്റ്, കൂട്ടിക്കൊണ്ട് വന്ന അമ്മ നിന്നെയും കൊല്ലും അവളെയും കൊല്ലും, അത് ഉറപ്പാണെന്ന് സച്ചി. അപ്പം അമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടമാവും, എൻ്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയെ കണ്ടെന്ന് വരില്ല, എനിക്കതാ അമ്മ ഏതാണ്ടൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ. എൻ്റെ പൊന്ന് സുധിയേട്ടാ, എത്ര നാളിങ്ങനെ അമ്മയുടെ വാക്കും കേട്ട് നിൽക്കും? അപ്പോൾ എനിക്ക് അറിയില്ലടാ ഞാൻ എന്ത് ചെയ്യുന്നു. 2 പേരും കൂടി എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് ഭാര്യ, വേറൊരു ഭാഗത്ത് നമ്മുടെ അമ്മ. ജീവിതം ഒരു പോരാട്ടമാണെന്ന് മഹാകവി പറഞ്ഞത് വെറുതെ ഒന്നും അല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് പറയുമ്പം ഈ ഒരു പ്രശ്നം നിനക്ക് മാത്രമല്ല ലോകത്തുള്ള മിക്ക ആണുങ്ങൾക്കും ഉണ്ടെന്നും അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുകയാണ് അവർ. അമ്മയുടെ കൂടെ നിൽക്കണോ അതോ ഭാര്യയുടെ കൂടെ നിൽക്കണോ ആകെ കൺഫ്യൂഷനിലാണെന്ന് പറയുമ്പം നിനക്കൊക്കെ അങ്ങനെ പറയാം, നിനക്കൊന്നും ആ പ്രശ്നം ഇല്ലല്ലോ, പിന്നെ നിനക്ക് അല്ലെങ്കിലും അമ്മ ഇഷ്ടമല്ലല്ലോ, നീ എന്നാൽ നിൻ്റെ ഭാര്യയുടെ കൂടെയല്ലേ നിൽക്കാറെന്ന് സച്ചിയോട് ചോദിക്കും. ആരാടാ എനിക്ക് അമ്മ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? എനിക്ക് അമ്മയെ ഇഷ്ടമാണ്, എൻ്റെ ഭാര്യയെ ഇഷ്ടമാണ്, ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെയും ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എങ്കിൽ പറ, ഇവിടെ ന്യായം ആരുടെ ഭാഗത്താണ്, അമ്മയുടെ ഭാഗത്തോ അതോ എൻ്റെ ഭാര്യയുടെ ഭാഗത്താണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി അല്ല ഇതൊക്കെ ഞങ്ങളോടാണ് ചോദിക്കേണ്ടത്, സുധിയുടെ തന്നെ ആലോചിക്കാൻ പറഞ്ഞു ശ്രീകാന്ത്. എന്നാൽ ഞാൻ പറയട്ടെ, 2 പേരുടെ ഭാഗത്തും ന്യായമില്ല, കൂടുതൽ ചിന്തിച്ച് 2 പേരുടെ ഭാഗത്തും ന്യായം ഉണ്ട് താനും, അതാണ് പ്രശ്നം. നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് സച്ചിയും ഒക്കെ ചോദിച്ചു. പക്ഷേ അവളെന്നെ ചതിച്ചു, അവള് കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. എൻ്റെ അമ്മയ്ക്ക് ആ ശ്രുതിയോടുള്ള ദേഷ്യം മാറുന്നില്ലല്ലോടാ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ 2 തന്നെയാണല്ലോ പറയുന്നത്, ശ്രുതിയേട്ടന് അമ്മയും വേണം ഭാര്യയും വേണം, അതാണ് കാര്യമൊന്നും ശ്രീകാന്ത്. ആ സമയത്ത് നമ്മുടെ അമ്മ ഇന്ന് വക്കീലിനെ പോയി കണ്ടു, ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്ക് എൻ്റെ അമ്മേനെ ഉദ്കരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അടിസ്ഥാനമായിട്ട് സംസാരിക്കാവോ നിങ്ങൾക്ക്? ചുമ്മാ ആവശ്യമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ. ഞാൻ മേടിച്ചെന്ന ബീറും കുടിച്ച്
എന്നെ അതും ഇതൊക്കെ പറയുന്നു. ഞാൻ മേടിച്ചെന്ന വേറ് കഴിച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കണം, കേട്ടേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എൻ്റെ കൂടെ വേണം. അപ്പോൾ ഒന്ന് പോടാ അവിടുന്ന്, നീ തനിച്ചങ്ങോട്ട് ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. മേലിൽ ഈ പരിപാടിക്ക് ഞങ്ങൾ വിളിച്ചേക്കരുത്, വന്ന് സുഖം വടാ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇറങ്ങി പോന്നു. വീറും കൈ തിരിച്ചു കൊടുത്തു. അങ്ങനെ ആ 3 വീറും കുടിച്ച് നമ്മുടെ സുധി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഭാമയാട്ടോ. ഭാമ വീട്ടിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നു. ശ്രുതിയെ കണ്ടപ്പോൾ ഭാമ പേടിച്ചു. എന്തിനാ നീ വന്നത്, എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുക. ഭാമ പേടിച്ച്, ഞാനേ ഓരോ താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ. താങ്ക്സ് ആൻറ്റി. അപ്പോൾ എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇൻഫർമേഷൻ തന്നില്ലേ ആൻറ്റി, അതിനാ താങ്ക്സ് പറഞ്ഞത്. ഞാൻ ശ്രുതിയെ പോയി കണ്ടിരുന്നെന്നും ആൻറ്റിയുടെ കൂടെ ശ്രുതി അഡ്വക്കേറ്റിനെ കാണാനൊന്നും പോയിട്ടില്ലെന്നുള്ള കാര്യം ശ്രുതി പറയാം. ആൻറ്റി പോയത് ശ്രുതി അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നും, പിന്നെ ശ്രുതി അറിയാതെയാണ് ആൻറ്റിയുടെ നീക്കങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ശ്രുതിയുടെ സമ്മതമില്ലാതെ എങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് അയക്കും? അതാണ്. അതെ, അഡ്വക്കേറ്റ് എന്താ ആൻറ്റിയോട് പറഞ്ഞതെന്ന് വല്ലതും അറിയാവോ ആൻറ്റിക്ക്? എങ്ങനെയായിരിക്കും അവർ നീങ്ങുക? അതിനെപ്പറ്റി വലിയ ധാരണയുണ്ടോ ആൻറ്റിക്ക്? അതൊക്കെ ഞാനെങ്ങനെ അറിയാനാ ശ്രുതി? ചന്ദ്ര എന്നോട് പറഞ്ഞാൽ അത് ഞാൻ നിന്നെ വിളിച്ചു പറയാം, നീ ഇപ്പോൾ ചെല്ലാൻ നോക്കാൻ പറഞ്ഞു. പിന്നെ നീ ഇവിടെ വരാറുണ്ടെന്ന് അവൾ അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ എല്ലാം തീർന്നു. അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു നമ്മുടെ ചന്ദ്ര വന്നപ്പോഴത്തേക്കും അയ്യോ ദേ ചന്ദ്ര വന്നു, ഇനി എന്നെയും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കിടന്ന് കൈയും കാലും മറിച്ച് കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പരിഭ്രമിച്ചിരിക്കാം. പെട്ടെന്ന് പോ എന്നും പറഞ്ഞുകൊണ്ട് ഭാമ ഉന്തി തള്ളി ശ്രുതിയെ പറഞ്ഞു വിട്ടു. ആ സമയത്ത് ഭാമയോട് ചന്ദ്ര കയറി വന്നിട്ട് ആ ശ്രുതി ഇവിടെ വന്നു എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ അവളെ കാണാനിരിക്കുമായിരുന്നു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അപ്പം 2 പൊട്ടിക്കാനായിട്ടേ. നീ അഭിനയിക്കൊന്നും വേണ്ട എൻ്റെ അടുത്ത്. ഞാൻ വക്കീലിനെ കണ്ട കാര്യം നീയല്ലേ അവളോട് പറഞ്ഞു ചോദിച്ചപ്പോൾ ഞാനോ? അപ്പോൾ ശ്രുതി ഇത് പുറത്തു നിന്ന് കേൾക്കുക, അകത്തു നിന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, നീ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല, വിളിച്ചിട്ടും ഇല്ല എന്ന് ഭാമ. സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ പറയപ്പോൾ ചന്ദ്ര ഇങ്ങനെ നിൽക്കും കേട്ടോ. ശ്രുതി ഇതെല്ലാം ചെയ്യും, വട്ടം പിടിച്ച് നിന്ന് കേൾക്കുമല്ലേ. അല്ല, ഞാനാണ് അവളോട് പറഞ്ഞതെന്ന്, നിന്നോടാരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഊഹിച്ചതാണെന്ന് ചന്ദ്ര. ഊഹിച്ചതോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാമ അന്നേരം അവിടെ നിൽക്കുക കേട്ടോ. വക്കീലിനെ കണ്ട കാര്യം അവൾ സുധിയോട് വന്ന് ചോദിച്ചിരുന്നെന്നും ഞാൻ വക്കീലിനെ കണ്ട കാര്യം നിനക്ക് മാത്രമേ അറിയുള്ളൂ എന്നും അപ്പോൾ അവളോട് നീ അല്ലാതെ മറ്റാരാ പറയാമെന്നും ചന്ദ്ര ഭാമയോട് പറയാം കേട്ടോ. അയ്യോ ഭാമ പെട്ടു എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. സത്യം പറ, നീ 2 തോണിയിൽ കാല് വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ചന്ദ്ര ഞാൻ അങ്ങനെ പറയൂ എൻ്റെ ചന്ദ്ര, നിന്നേക്കാളും വലുതാണ് എനിക്ക് അവള്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്രയോട് ഭാമ പറഞ്ഞു. ആ അഡ്വക്കേറ്റ് ഇനി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അങ്ങനെ അവളുടെ ചെവിയിൽ എങ്ങാനും എത്തിയതാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടക്കണ്ണം വെച്ച് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യം. എന്നാലും അതിനൊക്കെ സാധ്യതയുണ്ടോ? അപ്പോൾ അതിനെ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു ഭാമ ചാടിക്കറി ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം തന്നെ പിടിക്കരുതല്ലോ അതിന് വേണ്ടിയിട്ട്. എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ചില്ല എൻ്റെ ചന്ദ്രേ, എനിക്കങ്ങ് വിഷമമായി എന്നൊക്കെ ചന്ദ്രയോട് പറയുമ്പോൾ സാരല്ല നീ അത് വിട, വക്കീലിനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല, വക്കീലിനെ കണ്ട കാര്യം എന്തായി? പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ 2 പേരും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഭാമ ഇങ്ങനെ ഒത്തി വലിഞ്ഞ് നോക്കുക കേട്ടോ. അയ്യോ ഇവളങ്ങനെ ഇറങ്ങി വരുമോ എന്നുള്ള പേടിയിൽ. ശ്രുതിയുടെ സമ്മതമില്ലാതെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പറ്റില്ലെന്നാണ് വക്കീൽ എന്നോട് പറഞ്ഞതെന്ന് ചന്ദ്ര. ശ്രുതി സമ്മതിക്കുന്ന ലക്ഷണവും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പ്ലാൻ എന്നൊക്കെ ചോദിക്കുക. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ നിൽക്കുക, അവനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തേ പറ്റൂ, അതിനെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വഴിയാ? അതൊക്കെ പറയാം, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു ശ്രുതി മുറിയിലേക്ക് കയറാൻ നോക്കുമ്പോൾ ചന്ദ്രയെ മുറി കയറ്റുന്നില്ല. ഭാമ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം, AC-യിലിരുന്ന് സംസാരിക്കാനാടി, AC കേടായിട്ടിരിക്കുക, അത് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞു ഭാമ പിടിച്ച് ചന്ദ്രയെ അവിടെ ഇരുത്തി. എന്നിട്ട് ബാക്കി പറ എന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ ചന്ദ്രയെ കൊണ്ട് ന്യൂസൊക്കെ പറയിക്കാം. നീ ഒരു സ്വാമിജിയെക്കുറിച്ച് പറയാറില്ലേ, എന്താ അയാളുടെ പേര്? അപ്പം അയാളെ പോയി ഒന്ന് കാണണം, അതിനുശേഷം അവൻ്റെ മനസ്സ് മാറാൻ അയാളെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിക്കണം, അവരെ എന്നേക്കുമായിട്ട് പിരിക്കണം, അതാ എൻ്റെ ഉദ്ദേശം. എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ആ പാർലറുകാരി ഇനി ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നതൊക്കെ കേട്ട് ശ്രുതി കണ്ണു തള്ളിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. അവളിപ്പോൾ അവൻ്റെ പിറകെ തന്നെയുണ്ട്. അവൻ്റെ മനസ്സും മാറ്റി അവൾ അവനെയും കൊണ്ട് പോകുമെന്നുള്ളൊരു പേടി എനിക്ക് നല്ലതുപോലെ ഉണ്ടെന്നും പറഞ്ഞു. അതിനു മുന്നേ 2 വഴിക്കാക്കണമെന്നൊക്കെ ചന്ദ്ര പറയുന്നതൊക്കെ കേട്ട് കണ്ണു തള്ളിപ്പിടിച്ച് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഭാര്യയും ഭർത്താവിനെയും പിരിക്കുന്ന ഒരു ഏലസ് ആ സ്വാമി പൂജിച്ചു കൊടുക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വാങ്ങി എൻ്റെ മോൻ്റെ കയ്യിൽ കെട്ടി കൊടുത്താൽ അവനിൽ നിന്ന് അകന്നു പോയിക്കോളൂ എന്നൊക്കെ ചന്ദ്ര പറയണു. ഇവരിത്രയ്ക്ക് ദുഷ്ടയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി.
അവൻ അവളെ എന്നേക്കുമായി ഒഴിവാക്കും. അവൻ്റെ സമ്മതത്തോടു കൂടി തന്നെ ഡിവോഴ്സ് നടക്കും. എൻ്റെ മോനെ കൊണ്ട് ഒരു പണക്കാരിയെ ഞാൻ കെട്ടിക്കും. ഓ മഹാഭാവി ശേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി. അപ്പം ഇതൊക്കെ വേണോ ചന്ദ്രേ എന്ന് ഭാമ ചോദിക്കുമ്പോൾ വേണം, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നീ വാ, നമുക്ക് ഇപ്പം തന്നെ പോയി ആ സ്വാമിയെ കണ്ട് ഏലസ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇങ്ങനെ കേട്ട് തല കറങ്ങി നിൽക്കുന്ന ശ്രുതിയെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.